പ്രിയമുള്ളവരെ, ഗോപു പട്ടിക്കാടാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാണത് വേറെ പ്രവാസ ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗായികയുണ്ട്, മഞ്ജുഷ കൊല്ലം. അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാ. നമ്മുടെ പ്രവാസികളുടെ ഇടയിൽ സുപരിചിതമായിട്ടുള്ള നല്ലൊരു ഗായികയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, മഞ്ജുഷ പിള്ള കൊല്ലം. നമസ്കാരം. അപ്പൊ നമ്മള് ഇവിടെ ഈ ഗായിക എത്ര വർഷമായിട്ടുണ്ടോ? ഞാനിപ്പോ ഇവിടുന്ന് 7 വർഷമായി ദുബായിലെത്തിയിട്ട്. 7 വർഷം. 7 വർഷം ക്ലാസ് എടുക്കുന്നുണ്ടോ? പക്ഷെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കൊറോണ വന്നപ്പോഴത്തേക്കും സ്റ്റോപ്പായി. വീണ്ടും തുടങ്ങണം. ഇപ്പൊ അടുത്തെങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്തിരുന്നു? ഇന്നലെ ചെയ്തിരുന്നു അല്ലേ? ഇന്നലെ ഇവിടെ ഞങ്ങളുടെ പാപ്പലോണില് പ്രോഗ്രാം ഉണ്ട്. അത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമുക്കുണ്ട്. പിന്നെ പുറത്ത് സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് പുറത്ത്. പിന്നെ നാട്ടില് പ്രോഗ്രാം ഉണ്ട്. കുഴപ്പമില്ലാണ്ട് പോകണം. നമുക്കൊരു 2 പേര് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായിട്ടും. വിഷു പക്ഷി പോലെ കാതോടു കാതോരം വിഷു പക്ഷി പോലെ. അതിമനോഹരമായിട്ടുള്ളത്. സ്വദേശം എന്റെ നാട് കൊല്ലം ജില്ലയിലെ പള്ളിമണാണ്. നെടുമല പഞ്ചായത്തിലെ പള്ളിമണാണ്. അതെ. വിദ്യാഭ്യാസമൊക്കെ നാട്ടിലായിരുന്നു. ഞാൻ 10th കഴിഞ്ഞ് എറണാകുളത്താണ് പഠിച്ചത്. ആർമി കോളേജിൽ എറണാകുളത്താണ് പഠിച്ചത്. പിന്നെ അച്ഛൻ ചെറുതിലെ വീട്ടിലെത്തി മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ കഥകളി ഇതാണ്, അതായത് പദം ചൊല്ലുന്ന ആളും കൂടിയാണ്. പാരമ്പര്യമായിട്ടൊരു വാസനയുണ്ട്. കുടുംബപരമായിട്ടല്ലേ? വിവാഹം ഇങ്ങനെ കല്യാണം കഴിച്ചത് എറണാകുളത്താണ്. പിന്നെ ഒരു മോളുണ്ട്. മോളിപ്പം 22 വയസ്സായിട്ടുണ്ട്. ഇല്ല, മോൾ ഇവിടെ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ വരും, നാട്ടിലുമായിട്ടുണ്ട്. ഇപ്പോ ദുബായിക്കാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും സുപരിചിതമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോ ഇതിപ്പോ നാളെ പ്രോഗ്രാം ഉണ്ടോ? ഇവിടെ നമുക്ക് എന്നും ഉണ്ട്. പിന്നെ വീക്കെൻഡിൽ സെലിബ്രിറ്റീസ് ഗസ്റ്റുകൾ വന്നിട്ട് നമുക്ക് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഞാൻ പുറത്ത് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വിലപ്പെട്ട സമയം എനിക്ക് തന്നതിൽ തീർച്ചയായിട്ടും വളരെയധികം താങ്ക്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ സുനി പറയുകയും ഞങ്ങൾ നെയ്ബറാണ്, ഒരുമിച്ച് ബഹറിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും വന്നപ്പോ തന്നെ എന്നെ വിളിച്ചു, ഞാൻ ഇവിടെ വരാൻ പറഞ്ഞു. ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. നമ്മളെ പോലത്തെ ചെറിയ ചെറിയ കലാകാരികളെയും കലാകാരന്മാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വലിയൊരു കാര്യമാണല്ലോ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് അവസാനമായിട്ട് എന്താ പറയാ, എന്റെ ഒരു സ്പെഷ്യൽ സോങ് ആണ്. കാരണം ഇത് പാടാണ്ട് ഞാൻ നിൽക്കില്ല. ചിത്ര ചേച്ചിയുടെ നവമേഘമേ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പോലെ മൃദു ചുംബനങ്ങൾ താരാപഥം ചേതോഹരം പ്രേമാമൃതം പ്രേമിത. അതിമനോഹരമായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് എല്ലാവിധ ആശംസകളോടും നന്ദി, നമസ്കാരം.